മതി മതി, ഓണമായിട്ട് ഇതിൽ കൂടുതലൊന്നും താൻ പറയണ്ട. എന്നാ ചെല്ലു, മരുമോളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ചെല്ലു. എന്താ സാർ ഇവിടെ നിൽക്കുന്നേ? പൂക്കളം കണ്ടാൽ ആദ്യം ഒന്ന് നോക്കണമല്ലോ. എന്തായി ആഘോഷങ്ങളൊക്കെ? എല്ലാരും അകത്തുണ്ട്, പാചകത്തിന്റെ ഒരുക്കത്തില. ആഹാ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ കൂട്ടത്തിലില്ലേ? മടിച്ചികളാണോ നിങ്ങൾ രണ്ടുപേരും? ആണോ? ഏയ്, മുത്തശ്ശി മാത്രം അടുക്കളയിലാവുമ്പോ ഞങ്ങൾ രണ്ടാളും ചെല്ലും സഹായിക്കും. പക്ഷെ ചേച്ചി വന്നാ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. വാ വാ. ഇവിടെ നമ്മുടെ പാചകക്കാരൊക്കെ അകത്തോട്ട്. മുത്തശ്ശി, എടാ, നീ അതിന്റെ പുറത്ത് കയറിയിരുന്ന് എന്ത് ചെയ്യാ? നിനക്കിത് വല്ലതും അറിയോ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ നന്ദിനി കാണിച്ചു വെച്ചതെന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞതാ സർ, പറഞ്ഞാ കേൾക്കണ്ടേ? ചെയ്യട്ടെ മോളെ. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചാൽ മാത്രം പോരല്ലോ, അടുക്കള എന്നൊരു സ്ഥാപനം വീട്ടിലുണ്ടെന്ന് കൂടി മനസ്സിലാവണ്ടേ? അച്ഛൻ അതൊന്നും പറയണ്ട, എനിക്ക് അടുക്കളയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ഇടയ്ക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. പിന്നെ ഇതൊന്നും പഠിക്കേണ്ടി വന്നിട്ടില്ല. പഠിക്കണമെന്ന് തോന്നിയാലുണ്ടല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് 10 കറി വെക്കാനെങ്കിലും ഞാൻ പഠിച്ചിരിക്കും. മോന് നല്ല ഉത്സാഹമാ സാറേ, ഉള്ളത് പറയണല്ലോ. സാർ ഇങ്ങോട്ട് വന്നപ്പോ പത്മ മാഡം ഒന്നും പറഞ്ഞില്ലേ? ഇല്ല മോളെ, വീട്ടിൽ പത്മ തനിച്ചേ ഉള്ളൂ. ഇന്ദ്രജയും വേദയൊക്കെ പുറത്തു പോയിരിക്കുക. അയാളെ തനിച്ചങ്ങനെ നിർത്തിപ്പോരാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അയ്യോ, എന്താ കുഴപ്പം? തനിച്ചിരുന്ന് പേടിക്കുന്ന ആളാണോ പത്മ മേഡം? പെൺസിംഹല്ലേ, പെൺസിംഹം. വേണ്ട സർ, നല്ലൊരു ദിവസമായിട്ട് അമ്മയെ കുറ്റം പറയണ്ട. മാഡം ചിന്തിക്കുന്നത് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് അവിടുത്തെ ഓണം തകർന്നു പോയതെന്നായിരിക്കും. മോളെ അതങ്ങ് വിട്ടേക്ക്. ആ അസ്വസ്ഥത ചർച്ച ചെയ്യാൻ തുടങ്ങിയ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സന്തോഷം അങ്ങ് പോവും. അല്ല മോളെ, നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ഈ ഓണത്തിന് ചെറിയ ഓണക്കളിയോ തിരുവാതിരയോ അങ്ങനെ എന്തൊക്കെയോ പതിവില്ലേ? അവിടെ പതിവുണ്ട് സർ, അതിനൊക്കെ അവിടെ ആളെ കിട്ടുകയും ചെയ്യും. ഇവിടെ അതിനൊക്കെ ആരാ ഉള്ളത്? നിങ്ങൾ 3 പെങ്കൊച്ചുങ്ങളില്ലേ, നിങ്ങൾക്കാവുന്നത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഓണത്തിന്റെ ഒരു നിറമൊക്കെ വരട്ടെ മോളെ. അതച്ഛൻ പറഞ്ഞ കറക്റ്റാ. 3 പേരെങ്കിൽ 3 പേര്. തിരുവാതിര വേണം. വേണ്ട സർ. വേണം സാർ. കാർത്തുപ്പിച്ചു പെട്ടെന്ന് റെഡിയാവും. പിന്നെ ഞാൻ വേണമെങ്കിൽ കൂടാം. അതിന് ചേട്ടന് തിരുവാതിര കളിക്കാൻ അറിയോ? പിന്നെ ഏട്ടൻ ചിലപ്പോ പാതിരാത്രി വന്ന് കയറിയല്ലേ, തിരുവാതിരയും കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒക്കെ ഒന്നിച്ചാ കളിക്കാം. അവസരം കിട്ടിയപ്പോ താൻ കയറി ഗോളടിക്കാണല്ലേ? വരട്ടെ, അവസരം വരുമ്പോ ഞാനും തിരിച്ചു തന്നോളാം കേട്ടാ. വെച്ചിട്ടുണ്ട് ഞാൻ. അല്ല, തിരുവാതിര കളിക്ക് നമ്മളിപ്പോ ഏത് പാട്ടാ കളിക്കുന്നേ? ശ്രീപത്മനാഭന്റെ മണ്ണിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, ഈ കൊല്ലം നമുക്ക് വഞ്ചീശമംഗളം പാടാം. ഹലോ പത്മ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയാ ഓണത്തിന്റെ പ്രോഗ്രാം? വീട് നിറച്ചും ആളായിരിക്കും അല്ലേ?
പത്മ പിന്നെ എപ്പോഴും ആഘോഷങ്ങളുടെ കാര്യത്തിൽ ഒരു ധാരാളിയല്ലേ? പ്രത്യേകിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അതോ വീട്ടുകാർ മാത്രമേ ഉള്ളൂ? എല്ലാരും വന്നിട്ടുണ്ട്. എന്റെ കുറച്ച് ബന്ധുക്കളും പിന്നെ എതിയുടെ ബന്ധുക്കളൊക്കെ ആയിട്ട്. പത്മയ്ക്ക് പിന്നെ എളുപ്പമല്ലേ, മക്കളും മരുമക്കളും ഒക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്റെ കാര്യമൊന്ന് നോക്ക്. മകള് ഓസ്ട്രേലിയയിൽ നിന്നും വരുമെന്ന് പറഞ്ഞതാ. 2 ദിവസം മുൻപ് വിളിച്ച് ക്യാൻസൽ ചെയ്തു. അപ്പോ ലക്ഷ്മി തനിച്ചാ? ഏയ് ഇല്ലില്ല, മോള് വരാത്തതിന്റെ കുറവ് തീർക്കാൻ ഏട്ടൻ നാട്ടിലേക്ക് പോയിരിക്കുവാ. ഓ, തിരിച്ചു വരുമ്പോ സകല ബന്ധുക്കളും ഉണ്ടാവും കൂടെ. ആയിഷ്. ഈ ഓണമെന്ന് പറയുമ്പോ തന്നെ എല്ലാവരുടെ നടുവിൽ നിൽക്കുമ്പോഴാണല്ലോ ഒരു സുഖം, അല്ലേ പത്മ? ആ, അതെ. ആ പത്മ, സദ്യയൊക്കെ എങ്ങനെയാ? എവിടുന്നെങ്കിലും ഓർഡർ ചെയ്യുവാണോ അതോ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി? അതെ, ഇവിടെ വീട്ടിൽ എല്ലാരും കൂടെ നിന്ന് ചെയ്യുന്നേ ഉള്ളൂ. മോളെ, ആ കായ അധികം നീളത്തി അരിയല്ലേ, കുറച്ച് നീളം കുറച്ച് മതി. വേദ, ആ തേങ്ങ ഒന്ന് നോക്കടാ, നന്നായിട്ടൊന്ന് ചിരകണേ, എന്നാലേ പറ്റൂ. അടുക്കളയിൽ എല്ലാരും ഉണ്ടേ, പക്ഷേ ഒരു നോട്ടില്ലെങ്കിൽ പറ്റില്ല. പത്മ തിരക്കാണെങ്കിൽ വെച്ചോളൂ. ഏയ് തിരക്കൊന്നുമില്ല, എല്ലായിടത്തും ഒരു നോട്ട് എത്തണമെന്നേ ഉള്ളൂ. സാറും മോനും ഒക്കെ എവിടെ? അവരിത്രയും നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയതേ ഉള്ളൂ. ആഹാ. ഓ, ഈ ഓണം വിഷു ഒക്കെ വന്ന ആണുങ്ങൾക്കൊക്കെ ഒരു ചീട്ടുകളി പതിവുള്ളതല്ലേ. മിക്കവാറും ഇന്ന് അതിന് ആരോടെങ്കിലും ആയിട്ട് ഒരു ചെറിയ വഴക്കുണ്ടായിട്ടായിരിക്കും ഇങ്ങോട്ട് ഊണ് കഴിക്കാൻ വരിക. വീട് നിറച്ച് ആളുള്ളതിന്റെ എല്ലാ സന്തോഷവും പത്മയുടെ സംസാരത്തിലുണ്ട്. ഇപ്പൊ കേട്ടാലേ പത്മയെന്ന് പറയുന്ന ബിസിനസ് മാഗ്നറ്റ് സംസാരിക്കുന്ന പോലെയൊന്നും അല്ല. നല്ല നാട്ടിൻ പുറത്ത് തറവാട്ടില് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ഒരമ്മ സംസാരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ മനസ്സ് അതല്ലേ ലക്ഷ്മി, എല്ലാരും ഉണ്ടാവണം, എല്ലാവരുടെ കൂടെ ഇരിക്കാൻ പറ്റണം, അതല്ലാതെ വേറെന്താ. ആ പത്മ, ഏട്ടന്റെ കോള് വരുന്നു. അവര് പുറപ്പെട്ടെന്നാ തോന്നുന്നേ. പത്മ, ഞാനത് എടുക്കട്ടെ. എല്ലാവരോടും എന്റെ അന്വേഷണം പറയണേ. പറയാം പറയാം. പത്മ, നിങ്ങൾ ഓണം കൂടുന്നതിന്റെ ഫോട്ടോസൊക്കെ എടുത്തേ എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും അയക്കാം. എന്നാ ശരി. ഓ ശരി.